ഹായ് ഗായ്സ്, എല്ലാവർക്കും ഹിൽ സ്റ്റാർ ഷട്ടിപ്പ് ഓൺലൈൻ ട്യൂഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ബികോമിൻ്റെ സെമിസ്റ്റർ 2ൻ്റെ അകത്തുള്ള ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്കിൻ്റെ നമ്മളെ മൊഡ്യൂൾ 1ൻ്റെ അകത്ത് യൂണിറ്റ് നമ്മൾ 3 ആയിരുന്നു അല്ലേ. യൂണിറ്റ് 3 നമ്മൾ ഡിസ്കസ് ചെയ്യായിരുന്നു. അപ്പോൾ യൂണിറ്റ് 2 എടുക്കാനുണ്ട്, അല്ല യൂണിറ്റ് 3 എടുക്കാനുണ്ട്. യൂണിറ്റ് 4 നമ്മൾ ഡിസ്കസ് ചെയ്യണം, കപ്പാസിറ്റി ഓഫ് ദ പാർട്ടീസ്. അതിൽ നമ്മൾ പാർട്ട് 1 പാർട്ട് 2 ഇട്ടു. ഇന്ന് പാർട്ട് 3 ആണ്. പാർട്ട് 1ൽ നമ്മൾ മേജറിനെ കുറിച്ച് ഇട്ടു, പാർട്ട് 2ൽ നമ്മൾ സൗണ്ട് മൈൻഡിനെ കുറിച്ച് ഇട്ടു, പാർട്ട് 3ൽ നമ്മൾ എന്തിടും, നോട്ട് ഡിസ്ക്വാളിഫൈഡ് എന്നിട്ട് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 44 ആണ് കേട്ടോ. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഏതൊക്കെയാണ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക. അപ്പം നമുക്ക് ഡയറക്റ്റ് കാര്യത്തിലേക്ക് കിടക്കാം അല്ലേ. ഡിസ്ക്വാളിഫൈഡ്, നോട്ട് ഡിസ്ക്വാളിഫൈഡ് എന്ന് വെച്ചാൽ നിയമപരമായിട്ടോ മറ്റു തരത്തിലുള്ളൊന്ന് നമുക്ക് നോക്കാം. പേഴ്സൺ നോട്ട് എഴുതുന്നവൻ ഇപ്പോൾ എഴുതിക്കോളൂ, അല്ലാതെ പിന്നെ എഴുതുന്നവരാണെങ്കിൽ പിന്നെ എഴുതിക്കോളൂ കേട്ടോ. കുറച്ച് ടൈം എടുക്കും, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫോക്കസ് എടുത്ത് വെക്കാനാണ്. കാരണം ഫോക്കസ് ഇല്ലെങ്കിൽ മനസ്സിലാക്കാൻ പാടല്ലേ. ഓക്കെ, പേഴ്സൺ. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് മോശമാണ്, എല്ലാവർക്കും അറിയാം. അപ്പം എന്താണ്, ടെസ്റ്റ് നോക്കി റെഫർ ചെയ്തു കേട്ടോ. ഷോർട്ട് നോട്ട് ഇത് മാത്രം പഠിച്ചുകൊണ്ടിരിക്കുകയല്ല, ഞാൻ ജസ്റ്റ് ഒരു റഫായിട്ട് എഴുതുന്നു മാത്രമേ ഉള്ളൂ. പേഴ്സൺ ഡിസ്ക്വാളിഫൈ ഇനി അതർ ലോ. അപ്പം അവർക്കും എന്താണ്, ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു കോൺടാക്റ്റ് എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഞാനൊരു സബ് ഹെഡിങ് എഴുതുവാണ്, നോട്ട് ഡിസ്ക്വാളിഫൈഡ് എന്ന് വെച്ചാൽ എന്താണ്, പേഴ്സൺ ഹു ഈസ് നോട്ട് disqualified from contracting by any law to whom to which he is subjected. എന്ന് വെച്ചാൽ പേഴ്സൺ ഹു ഈസ് നോട്ട് ഡിസ്ക്വാളിഫൈഡ് എനി കോൺടാക്ടിങ് ബൈ എനി ലോ ടു വിച്ച് ഹി ഈസ് സബ്ജക്റ്റഡ്. എന്ന് വെച്ചാൽ ഒരു നിയമപ്രകാരവും എന്താവല്ല ആ വ്യക്തി നോർമൽ അല്ലെങ്കിൽ എന്താ കോൺടാക്ട് ചെയ്യാൻ പാടുള്ളതല്ലാതെ ആവാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പം ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു കോൺടാക്ട് എൻ്റർ ചെയ്യാൻ പറ്റില്ല, പക്ഷെ അത് എന്താണ്, പുറത്തിറങ്ങി കഴിയുമ്പം എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ലോ ഒക്കെ, പക്ഷെ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും നിയമപ്രകാരം ആ വ്യക്തിക്ക് കോൺടാക്ട് എൻ്റർ ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമം ഉണ്ടെങ്കിൽ ആ വ്യക്തിക്കും ജോയിൻ ചെയ്യാൻ പറ്റൂല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സിറ്റുവേഷനുകളൊക്കെ നമുക്ക് നോക്കാം. ഇത് ഞാൻ ജസ്റ്റ് ഡിഫൈൻ പോലെ തന്നേക്കുന്നതാണ്. ഇത് പഠിച്ചിട്ട് എഴുതിയാലും വലിയ കുഴപ്പമില്ല. ഇനി അതെല്ലാം ടെസ്റ്റ് കിടക്കുന്നത് പഠിച്ച് തരുന്നവർക്ക് അങ്ങനെ ചെയ്താൽ കേട്ടോ. പാരഗ്രാഫ് വായിച്ചിട്ട് സെൽഫായിട്ട് ഉണ്ടാക്കിയതാ. ഇനി കുറച്ച് ഞാൻ ആരൊക്കെയാണ് നമുക്ക് ഇതിൽ എൻ്റർ ചെയ്യാൻ പറ്റാത്തവർ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 5 പേരെയാണ് പറയുന്നത്. ഒന്നാമത്തെ ആൾ എന്ന് പറയുന്നത് ഏലിയൻ എനിമി. ഏലിയൻ എലിമീൻസിന് വെച്ചാൽ എന്താണ്, നമ്മുടെ കൺട്രിയുമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യ ആണല്ലോ, ഇപ്പം ഇന്ത്യ ആയിട്ട്, ഇപ്പം ഇന്ത്യ ചൈന ഒരു കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു വിചാരിക്കാം. അപ്പം എ എന്നൊരാൾ ഇന്ത്യക്കാരനും ബി എന്നൊരാൾ ചൈനക്കാരനുമാണെന്ന് വിചാരിക്കുക. ഇത് ഇന്ത്യൻ. അപ്പം ഇവരെന്താണ്, ഷർട്ടിൻ്റെ ബിസിനസ് ഉണ്ട്, കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു. 500 ഷർട്ട് എത്ര രൂപയ്ക്കാണ്, ഒരു 10,000 രൂപയ്ക്ക് എത്തിച്ചേരാം എന്നൊരു കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു. അപ്പം എന്താണ്, ഇതിൻ്റെ ഇടയ്ക്ക് എപ്പം എന്ത് സംഭവിച്ചു, ഇന്ത്യ ചൈന വാർ പ്രഖ്യാപിച്ചു. ഇനിയിപ്പോൾ ഈ കോൺട്രാക്റ്റ് ഇവിടെ പ്രൊസീഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, ബി എന്ന് പറയുന്നത് എയുടെ ഏലിയൻ എനിമിയായി മാറി അല്ലേ. അപ്പം ഇന്ത്യക്ക് ചൈന എതിരായി മാറി. അപ്പം ഓട്ടോമാറ്റിക്കലി എന്താവും, അവിടെ കോൺടാക്റ്റ് ചെയ്യുന്നവരും തമ്മിൽ എന്താവും, ഏലിയൻ എനിമിയായി മാറും. അപ്പം അതിൻ്റെ ഡിഫിനേഷൻ വേണമെങ്കിൽ ടെസ്റ്റ് ഒന്ന് വായിച്ചാലും മതി, അല്ലെങ്കിൽ ഞാൻ എഴുതിയെടുക്കുന്നതും നിങ്ങൾക്ക് നോക്കാം കേട്ടോ. എ പേഴ്സൺ, കൺസെപ്റ്റ് നന്നായി മനസ്സിലാക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മളിത് പഠിക്കുക, അത്രേ ഉള്ളൂ. എ പേഴ്സൺ ഹൂസ് കൺട്രി ഈസ് അറ്റ് വാർ വിത്ത് ഇന്ത്യൻ ഈസ് കോൾഡ് ആൻ ഏലിയൻ എനിമി. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും, നിങ്ങൾ ശ്രദ്ധിച്ച് ടെസ്റ്റ് നോക്കി എഴുതിയെടുക്കണം കേട്ടോ. അപ്പം എ പേഴ്സൺ ഹു
country is at a war with India is called an alien enemy. ഇപ്പം ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അർത്ഥം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏലിയൻ എനിമി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യമായിട്ട് ശത്രുവായിട്ടുള്ളവരുമായിട്ടുള്ള കോണ്ടാക്റ്റ്. ഇപ്പം ചൈനയിലുള്ള എല്ലാവരും ആയിട്ട് എല്ലാവരും ഇങ്ങനെ കുഴപ്പമുള്ളവരായിരിക്കില്ല. പക്ഷെ പക്ഷെ ഇന്ത്യയും ചൈനയും വാർ പ്രഖ്യാപിച്ച ശേഷം ഇനി അവിടെ ഒരു നിയമപരമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് ലീഗൽ ആവില്ല, എൻഫോഴ്സിബിൾ ആവില്ല. എൻഫോഴ്സിബിൾ ആവാത്തപ്പോൾ വാലിഡ് കോണ്ടാക്റ്റ് ആവില്ല. വാലിഡ് കോണ്ടാക്റ്റ് ആവാത്തതുകൊണ്ട് എന്ത് പറ്റൂല, നമുക്കത് പെർഫോം ചെയ്യാൻ പറ്റൂല കേട്ടോ. അപ്പൊ അത് മനസ്സിലായല്ലോ. അപ്പൊ ഒരാൾ ഏലിയൻ എനിമിയാണ് അല്ലേ. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് ഇൻസോൾവെന്റ് ആണ്. നമ്മൾ ടെസ്റ്റ് കൊടുത്തേക്കണേ ഇൻസോൾവെന്റ്. ഇൻസോൾവെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു വ്യക്തിക്ക് ആ ഒരു കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. ഒഫീഷ്യലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ അസറ്റ് എന്ന് പറയുന്നത് അവരുടെ ലൈബിലിറ്റി കഴിഞ്ഞ് കൂടുതലായതുകൊണ്ടാണല്ലോ ഓട്ടോമാറ്റിക് ഇൻസോൾവെന്റ് ആയത്. അപ്പം ഞാൻ അതിൻ്റെ ഞാൻ ഡെഫിനേഷൻ ആദ്യമേ തന്നെ എഴുതി തരാം. വെൻ എ പേഴ്സൺ ഡെപ്ത് എക്സീഡ് ഹിസ് അസറ്റ്. ഞാൻ ഇപ്പം പറഞ്ഞ കാര്യം തന്നെയാണിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ കടം അദ്ദേഹത്തിൻ്റെ ആസ്തിയെ കഴിഞ്ഞ് കൂടുന്നതാണ് കോടതി അയാളെ എന്താക്കുന്നത്, ഇൻസോൾവെന്റ് ആക്കി മാറ്റുന്നത്. He is adjudged insolvent and property stands vested in the official receiver or എൻ്റെ ഹാൻഡിലിങ് വളരെ മോശമാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് ഒന്നെങ്കിൽ നോക്കി തന്നെ എഴുതണം, തെറ്റായിട്ട് എഴുതി വെക്കല്ലോ കേട്ടോ. അസിസ്റ്റൻസ് ആൻഡ് ഷീ അപ്പോയിന്റ് ബൈ ദ കോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസോൾവെന്റ് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആസ്തിയെ കഴിഞ്ഞും കൂടുതൽ കടമുള്ള ആളെയാണ്. അപ്പൊ അദ്ദേഹം ഇൻസോൾവെന്റ് ആണ്, അല്ലെങ്കിൽ അതിനൊക്കെ നിയന്ത്രിക്കാനൊക്കെ ഒരു ഓഫീസർ റിസീവറിനെയോ ഓഫീസർ അസിസ്റ്റന്റിനെയോ കോടതി നിയമിക്കുകയൊക്കെ ഉണ്ട്. അപ്പൊ അതനുസരിച്ച് അവർക്ക് തരത്തിലുള്ള കോണ്ടാക്ട് ഉള്ളതും വർക്ക് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. പിന്നെ അതിന്റെ ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഓൺ സ്പോട്ട് കുറച്ച് കാര്യങ്ങൾ കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മതി. ഓക്കെ. അടുത്ത എന്ന് പറയുന്ന ഫോറിൻ സോവറൈൻറ്റീസ് ആൻഡ് അംബാസഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ എഴുതരണോ? എഴുതരാം അല്ലേ. എന്ന് വെച്ചാൽ ഇപ്പം അമേരിക്കൻ പ്രസിഡന്റിന് നമ്മുടെ ഒരു രാജ്യത്തിലുള്ള ഒരു കോണ്ടാക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു വ്യക്തിയുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സോറി കേട്ടോ, കാണത്തില്ല എന്നല്ലേ. ഫോറിൻ സോവറൈൻറ്റീസ് അതുപോലെ തന്നെ രാജാക്കന്മാരായിട്ട്. കാരണം അവരെയൊക്കെ ഒരു നിയമമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കേസ് അങ്ങനെ കൊടുത്താൽ അത്രയും വാലിഡ് ആവില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ജസ്റ്റ് നിങ്ങൾ എഴുതിയെടുത്തു. ഞാനത് എഴുതി വരുമ്പം സമയം കുറച്ച് നേരം എടുക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ കേട്ട് എഴുതിക്കോ. They can enter into and enforceable those conduct in our court, but they cannot be sued in our court without the citation of the central government. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവർക്ക് കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യാൻ വേണമെങ്കിൽ, പക്ഷെ അവർക്കെതിരെ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റില്ല. സെൻട്രൽ ഗവൺമെന്റിന്റെ സിറ്റുവേഷൻ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കേസ് കൊടുക്കാൻ പറ്റില്ല. ഞാൻ എഴുതി തരാം. ഇനി അതല്ല, ഇനി അത് എഴുതി തന്നില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ കുറേ പേര് അത് എഴുതി എടുക്കില്ല. പിന്നത്തേക്ക് വെച്ച് നാളെ നീലയപ്പും. ദേ ക്യാൻ എൻ്റർ ഇൻ ടു എ കോണ്ടാക്ട്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതണ്ട. ദേ ക്യാൻ എൻ്റർ ആൻഡ് എൻഫോഴ്സ് those contracts നമുക്ക് എന്ത് ചെയ്യാം, they can enter into and enforceable contract. സോറി കേട്ടോ, ഞാൻ ഈ മൊബൈൽ സ്ക്രീൻ നോക്കി അതിനുണ്ട് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഞാനപ്പം നേരത്തെ ഇത് മാറ്റിയിട്ട് എഴുതിയ കേട്ടോ. ദേ ക്യാൻ എൻ്റർ ഇൻ ടു ആൻഡ് എൻഫോഴ്സിബിൾ ദോസ് കോണ്ടാക്ട് ഇൻ അവർ കോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കോണ്ടാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റും. അത് എൻഫോഴ്സിബിൾ ആണ് നമ്മുടെ നിയമപ്രകാരം.
പക്ഷേ കണ്ടോ, ഈ പക്ഷേ അവിടെ ഭയങ്കര പ്രധാനമാണ്. പക്ഷേ ദേ ക്യാനോട്ട് ബി സൂഡ്, അവർക്കെതിരായിട്ട് നമുക്ക് നമ്മുടെ നിയമപ്രകാരം അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, കേസ് കൊടുക്കാൻ പറ്റില്ല. വിത്തൗട്ട് ദ സജഷൻ ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ്. അപ്പൊ എന്താണ് തന്നെ ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ദേ ക്യാൻ എൻറ്റർ ഇൻ ടു ദ എൻഫോഴ്സിബിൾ കോണ്ടാക്ട് ഇൻ അവർ കോർട്ട് എന്ന് വെച്ചാൽ അവർക്ക് നമ്മുടെ നിയമപരമായിട്ട് നമുക്ക് നമ്മുടെ കോണ്ടാക്റ്റിൽ എൻറ്റർ ചെയ്യിപ്പിക്കാം. പക്ഷെ അവർക്കെതിരെ നമുക്ക് കേസ് എന്ത് ചെയ്യാൻ പറ്റില്ല, സെൻട്രൽ ഗവൺമെന്റ് സിറ്റുവേഷൻ ഇല്ലാതെ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പം മൂന്നാമത്തെ പോയിന്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് നമ്മൾ ഏലിയൻ എനിമി പഠിച്ചു, സെക്കൻഡ് ഇൻസോൾവെന്റ് പഠിച്ചു, തേർഡ് ഫോറിൻ സർവൈലൻസ് അംബാസിഡർ എന്ന് വെച്ചാൽ വിദേശ രാജ്യങ്ങളിലുള്ള ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ അങ്ങനെയുള്ളവരായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോണ്ടാക്ട് എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ പ്രൈം മിനിസ്റ്റർ അത്തരത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, രാജാക്കന്മാരുമായിട്ട് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പിന്നെ സ്റ്റാച്യൂട്ടറി കോർപ്പറേഷൻസ് എന്നൊക്കെ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റി ഡിറ്റർമൈൻ ദ സല്യൂട്ട് ക്രിയേറ്റിംഗ് എക്സാമ്പിൾ കമ്പനിയായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. 4 കോർപ്പറേഷൻ എന്ന് വെച്ചാൽ അവരെന്താ അത് എന്ത് ചെയ്യുന്ന സ്റ്റാറ്റസ് ക്രിയേറ്റിംഗ് ആണ്. അവർ തുഴുതാൻ്റെ കമ്പനിയായിട്ടൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അത് ഞാൻ ഏത് കാലത്താണ്ടില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ആ ടെസ്റ്റിൻ്റെ 44 പേജിൻ്റെ അത് തൊട്ടക്കത്തെ ലൈനില്ലേ, കോർപ്പറേഷൻ ക്യാൻ എൻ്റർ ഇൻ ടു കോണ്ടാക്ട് ആസ് ദ ഡു ഹാസ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അവർ ദെയർ കോണ്ടാക്ട് കപ്പാസിറ്റി മേ ബി ലിമിറ്റഡ് ബൈ ദ ടേംസ് ഓഫ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ or the statute which created them. If an agreement is intended beyond the scope of object cause and the എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കമ്പനിയായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അവരുടെ എന്താണ് സോറി കേട്ടോ, ചെറിയൊരു ഡിസ്റ്റർബൻസ് വന്ന. അപ്പോൾ കോർപ്പറേഷൻ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, അവരുടെ മെമ്മോറാണ്ടത്തിൽ അല്ലേ, നമുക്കറിയാം കമ്പനിയായിട്ടൊക്കെ പഠിക്കും, നമുക്കറിയാം മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും അങ്ങനെയുള്ള കാര്യങ്ങൾ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പം മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ അവർ ആ ക്ലോസ് ചെയ്തിട്ടില്ല, എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും അങ്ങനെ ഒരു കോണ്ടാക്റ്റ് ആയിട്ടും എൻ്റർ ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലായി. ഞാൻ പറഞ്ഞത് അർത്ഥം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ മാക്സിമം ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു കമ്പനിക്ക് എന്താണെന്നും പെട്ടെന്ന് ഓർത്തിരിക്കണേ, കമ്പനിക്ക് ഇതിൻ്റെ അകത്ത് എൻ്റർ ചെയ്യാൻ പറ്റില്ല. കമ്പനിയല്ല, കോർപ്പറേഷന് നമുക്ക് എന്താ ഒരു കോണ്ടാക്റ്റ് എൻ്റർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ അങ്ങനെ ഒരു കോണ്ടാക്റ്റ് എൻ്റർ ചെയ്യാനൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത്ര വലിയ കുഴപ്പവും ഇല്ല കേട്ടോ. 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കോൺവിറ്റൻസ്. കിട്ടിയല്ലോ, കോൺവിറ്റൻസ്. എ കോൺവിറ്റ് ഈസ് എ പേഴ്സൺ ഹു ഈസ് അണ്ടർഗോയിങ് ഇംപ്രൈസ്മെന്റ്. ഹി കാനോട്ട് എൻ്റർ ഇൻ കോർട്ട് വൈൽ സെർവിംഗ് ദ സെന്റൻസ്. ഹൗഎവർ വെൻ ഹി ഈസ് ലെഫ്റ്റ് ഫ്രീ ഹി റെസ്റ്റൻ കോൺട്രാക്ട് കപ്പാസിറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിൽ പുള്ളിയൊക്കെയാണ് ഉദ്ദേശിക്കുന്ന, ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന കുറ്റവാളിയൊക്കെയാണ് നമ്മൾ എന്താ കോൺവിറ്റൻസ് എന്ന് പറയുന്നത്. എ പേഴ്സൺ ഈസ് കോട്ട് കോൺവിറ്റ് ഡൂയിങ് ഹിസ് പീരിയഡ് ഓഫ് സെന്റൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആ നിയമത്തിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ കുറ്റവാളിയെ നിന്ന് ജയിലിൽ കിടക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡിസ്ക്വാളിഫിക്കേഷൻ ബൈ ലോ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഞാൻ കുറ്റവാളിയുടെ ഉദാഹരണമാണ് പറഞ്ഞത്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് നിങ്ങൾ ആ ടെസ്റ്റ് വായിച്ചു, കാരണം ചെറിയ ഒറ്റ ലൈനേ ഉള്ളൂ, ആ ലൈൻ അല്ലെങ്കിൽ 2 ലൈനേ ഉള്ളൂ. അത് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് തന്നെയായിട്ട് ഉണ്ടാക്കുന്ന കാര്യമുള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. ഇൻസോൾവനും ചെറുതല്ല, ചെറുതാണ്. അപ്പം അങ്ങനെ ഈ ഒരു പാഠം നമ്മൾ തീർത്തേക്കുവാണ്, ഈ ഒരു പാഠം. അപ്പോൾ ഒരു ഓവർവ്യൂ ഞാൻ വേണമെങ്കിൽ തരാം. അല്ല, ഓവർവ്യൂ നമുക്ക് അടുത്തൊരു വീഡിയോ പിന്നീട് ആവശ്യമുണ്ട് നമുക്ക്, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ പറയാം. നമ്മളിപ്പം എന്താണ് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് അല്ല പഠിച്ചേ, കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്. അതിൻ്റെ അകത്ത് ആർക്കൊക്കെ ചെയ്യാൻ പറ്റും, മൈനറ് ചെയ്യാൻ പറ്റുമോ, അതുപോലെ തന്നെ അൺസൗണ്ട് ചെയ്യാൻ പറ്റുമോ, അൺസൗണ്ട് മൈൻഡ്, അതുപോലെ തന്നെ ഡിസ്ക്വാളിഫൈഡ്. ഈ 3 പേർക്ക് കോണ്ടാക്റ്റ് എൻ്റർ ചെയ്യാൻ പറ്റുമോ? എൻ്റെ ചോദ്യം നോട്ട് പോസിബിൾ. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോണ്ടാക്റ്റ് എൻ്റർ ചെയ്യാൻ പറ്റൂല. ഇത്തരത്തിലുള്ളവർക്കാണ് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ. അപ്പം ആർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നേ, ഒരു മേജറിന് വേണമെങ്കിൽ കോണ്ടാക്റ്റ് എൻ്റർ ചെയ്യാം, സൗണ്ട് മൈൻഡഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് എന്ന് വെച്ചാൽ നോർമൽ വ്യക്തിക്ക് കോണ്ടാക്റ്റ് എൻ്റർ പറയാം, അതുപോലെ തന്നെ നോട്ട് ഡിസ്ക്വാളിഫൈഡ് അല്ലാത്ത ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റും, കോണ്ടാക്റ്റ് എൻ്റർ ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളാണ് നമ്മൾ എന്താ
പഠിച്ചിരിക്കുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് നോക്കുക, എല്ലാ വീഡിയോസും ഒന്ന് കണ്ടു നോക്കട്ടെ. നമ്മുടെ പ്ലേലിസ്റ്റിൽ പ്രത്യേകം സെഷൻ തിരിച്ച് തന്നെ ഞാൻ ഇട്ടുണ്ട്. കപ്പാസിറ്റി ഓഫ് പാർട്ടീസിന് തന്നെ യൂണിറ്റ് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. കാരണം ഈ യൂണിറ്റ് കുറേ ഉണ്ടാകേണ്ട, അത് മിസ്സായപ്പോൾ ഉണ്ടല്ലോ ഓർത്ത്, അതും ഞാൻ സിമ്പിളാക്കി തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം കുറേ പേര് നമുക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട് എന്താ നമ്മുടെ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെന്ന്. അതിൽ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. അതുപോലെ കുറേ പേര് എന്താ സംശയങ്ങളൊക്കെ നമ്മൾ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റൊക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ കംപ്ലീറ്റ് ചെയ്യാൻ, നമ്മൾ ഈ ടെസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാതെ നമ്മുടെ സംശയത്തിലേക്ക് കടന്നുള്ള കുഴപ്പമെന്ന് വെച്ചാൽ സംശയം തീരുന്നു അവിടെ നമുക്ക് തീർക്കാൻ പറ്റും. പിന്നെ നമ്മളെന്താ അങ്ങനെയുള്ള ഓരോ നമുക്ക് ടൈം കിട്ടില്ല, ആ ഒരു കുഴപ്പമുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ചേരാൻ ആർക്കും താല്പര്യമുണ്ട്, നമ്മുടെ യൂട്യൂബിൽ നിന്ന് എന്താ വീഡിയോസ് സ്ഥിരം നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കാൻ വേണ്ടി വാട്സപ്പിൽ ചേരാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ അത് ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വാട്സപ്പിൽ നമ്മുടെ എൻ്റെ ഫോൺ നമ്പർ, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫോൺ നമ്പറിലേക്ക് തന്നെ കിട്ടും. അപ്പോൾ അതിലോട്ട് എന്ത് ആവശ്യത്തിനാണ് ഇപ്പം എന്തെങ്കിലും കോഴ്സും ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ടൈമൊക്കെ കുറേ കഴിഞ്ഞ് പോയിട്ടുണ്ടാകും. പിന്നെ നമുക്കിനിയിപ്പം മെയ്യിലേക്കുള്ള എക്സാമിൻ്റെ ജൂണിലേക്കുള്ള CA ഫൗണ്ടേഷൻ്റെ ബാച്ചാണ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത്. അതിപ്പോൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യില്ല, ബുക്കിംഗ് ഓൺ ആക്കിയെന്നുള്ളൂ. അപ്പോൾ അതിന് ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതിന് മെസ്സേജ് അയക്കുക. ഇനിയിപ്പോൾ അതല്ല നമ്മുടെ ഡെയിലി നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കാൻ വേണ്ടിയാണെങ്കിൽ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒരു ഗ്രൂപ്പായി മാറാൻ വേണ്ടിയാണെങ്കിൽ നമുക്ക് വാട്സപ്പ് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. അപ്പം നമുക്ക് അതിനുള്ള കാര്യങ്ങൾ നോക്കാം കേട്ടോ. അത് ഫ്രീ ആണ്, നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഫ്രീ ആണല്ല, പൈസ ഒന്നുമില്ല. ജസ്റ്റ് നമ്മുടെ നോട്ടിഫിക്കേഷൻ ചാനലിൽ വീഡിയോ ഇടണുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമല്ല, വീഡിയോ ഇടുന്നതിന് തൊട്ട് മുമ്പൊക്കെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ്, ഏത് വിഷയമാണ് ഇടുന്നതിനൊക്കെ അറിയിക്കാൻ വേണ്ടിയാണ്. കാരണം കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മൾ ഡെയിലി ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ സബ്ജക്റ്റുകളൊക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ബൈ ട്ടോ.